പോർമുഖത്തിൻ്റെ ഒരു ട്രെയിലർ മാത്രമാണ് നമ്മൾ കണ്ടത്. അഭി പിക്ചർ ബാക്കി ഹെ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വരാൻ പോകുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1980 മുതൽ സംഘപരിവാറിൻ്റെ കുടുംബത്തിൽ വളരെ കൃത്യമായ നിലപാടുറപ്പിച്ചയാളാണ്. ഒരു ഘട്ടത്തിൽ പോലും RSSൻ്റെ കേഡറിൽ നിന്ന് മാറാത്ത പക്ക RSS കേഡറായിട്ടാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ അറിയപ്പെടുന്നത് തന്നെ. 1980 അദ്ദേഹം RSSലും BJPയിലും പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ 2 പാർട്ടി കഴിഞ്ഞ് 3ാമത്തെ പാർട്ടിയിലേക്ക് പോകുന്നതിനോട് ആലോചനയിലായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് തന്നെ ഭാരതീയ ക്രാന്തിദളിൽ നിന്നാണ്. അവിടെ നിന്ന് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പോകുന്നത് നേരെ എനിക്ക് തോന്നുന്നത് ജനതാദളിലേക്കാണ്. ജനതാദളിൽ നിന്ന് പോകുന്നത് പിന്നീട് BSPയിലേക്കാണ്. BSPയിൽ നിന്ന് പോകുന്നത് പിന്നീട് BJPയിലേക്കാണ്. അങ്ങനെ 5ാമത്തെ പാർട്ടിയിലാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയതെങ്കിൽ അന്നു മുതൽ ഇന്നു വരെ സംഘപരിവാർ രാഷ്ട്രീയവുമായി ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാതെ വളരെ കൃത്യമായ നിലപാടെടുത്തയാളാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2-3 ഇൻസ്റ്റൻസ് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. പട്ന സർവകലാശാലയിൽ പോയി പട്ന സർവകലാശാലയിലെ ചാൻസലറുടെ അധികാരം കുറയ്ക്കാൻ വേണ്ടി സമാനമായ രീതിയിൽ എങ്ങനെയാണോ കേരള സർവകലാശാലയും കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കാൻ നിയമസഭ ബില്ല് കൊണ്ടുവരുന്നത്, സമാനമായ രീതിയിൽ പട്നയിൽ ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥൻ്റെ ശ്രമം തുടങ്ങുമ്പോൾ ആ ഉദ്യോഗസ്ഥനെതിരെ കർശന നിലപാടെടുത്തയാളാണ് ഈ ഇരിക്കുന്ന പട്ന സർവകലാശാലയുടെ ചാൻസലർ കൂടിയായിരുന്ന അന്നത്തെ ഗവർണർ ഈ ആർലേക്കർ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ചാൻസലർ പദവി എടുത്തു കളഞ്ഞുകൊണ്ടുള്ള നിയമനിർമ്മാണം ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുകയും ആ വിഷയത്തിൽ ഒരു തീരുമാനമാകാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയിലെ കേസിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആർലേക്കർ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് പട്ന സർവകലാശാലയുടെ കാര്യത്തിലെടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമാവില്ല എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. അങ്ങനെയാണെങ്കിൽ അവിടെ വലിയൊരു ഏറ്റുമുട്ടലിനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് സത്യാഗ്രഹികളെ അപമാനിക്കുക, ഇന്ത്യക്കാരുടെ കയ്യിൽ അവർ ആയുധമെടുത്തതുകൊണ്ട് വിദേശികൾ ഇവിടം വിട്ടു പോയി എന്ന തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പറയുക, ഇതൊക്കെ ആരിഫ് മുഹമ്മദ് ഖാനും ഒരു കാലത്ത് പറയുന്നുണ്ട്, ആർലേക്കറും ഒരു കാലത്ത് പറയുന്നുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, അടിമത്ത മനോഭാവം സൃഷ്ടിക്കുന്നു നിങ്ങൾ ചരിത്രം പഠിക്കുന്നതിലൂടെ എന്നാണ് ഈ ആർലേക്കർ പറയുന്നത്. അങ്ങനെ ചരിത്രവിരുദ്ധമായ ഒപ്പം തന്നെ ജനാധിപത്യ വിരുദ്ധമായ നിലപാട് ബീഹാറിൽ പല ഘട്ടങ്ങളിലും എടുത്തിരിക്കുന്ന ആർലേക്കറാണ് കേരളത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് തീർച്ചയായിട്ടും പോർമുഖത്തിൽ എന്താണോ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി വെച്ചത് അത് അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ആർലേക്കർ ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നോക്കൂ, ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ അവശേഷിപ്പിച്ച് പോകുന്നത് എന്താണ്? ആരിഫ് മുഹമ്മദ് ഖാനിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സംഖ്യയാണെങ്കിൽ യഥാർത്ഥ സംഖ്യയാണ് വരാൻ പോകുന്നത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ അങ്ങനെ പറയുന്നില്ല. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഒരു ടൂളായി ഈ ഗവർണർമാർ ഉപയോഗിച്ചു തുടങ്ങിയ കാലഘട്ടം മുതൽ നമ്മൾ ഈ അടുത്ത കാലത്ത് വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെ പെരുമാറ്റങ്ങൾ കാണുന്നതുവരെ ഒരു കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. അന്നൊക്കെ ഭരണഘടനയിലെ 356 ഉപയോഗിച്ചുകൊണ്ട് പിരിച്ചുവിടാനാണ് ആദ്യകാലത്ത് ശ്രമിക്കുന്നതെങ്കിൽ ഗവർണറുടെ കേന്ദ്രത്തിൻ്റെ പാർട്ടിയുമായിട്ടുള്ള ലോയലായിട്ടുള്ള ബന്ധം തുടരാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇപ്പോൾ സർക്കാരിയ കമ്മീഷൻ നിലവിൽ വരുന്നു. സർക്കാരിയ കമ്മീഷൻ 1988 പറയുന്നത് എന്താ? പാർട്ടി ബന്ധമുള്ള ഒരാളെ ഗവർണർ പദവിയിലേക്ക് നിയോഗിക്കരുത്. പ്രത്യേകിച്ച് കേന്ദ്രത്തിലൊരു പാർട്ടിയും സ്റ്റേറ്റിൽ മറ്റൊരു പാർട്ടിയും നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര പാർട്ടിയോട് ലോയലായ ഒരാളെ ഈ സംസ്ഥാനങ്ങളിൽ നിയോഗിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് സർക്കാരിയ കമ്മീഷൻ പറയുന്നുണ്ട്. 1988 സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് കിട്ടി. ഒന്നും നടന്നില്ല. അന്ന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സർക്കാർ ഗവർണർമാരെ ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് പിരിച്ചുവിടാൻ വേണ്ടി ഉപയോഗിച്ച ടൂളായിരുന്നു. പിന്നീട് SR ബൊമ്മ വരുന്നു. SR ബൊമ്മ കേസിൽ 1994 ആർട്ടിക്കിൾ 356 ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് അഥവാ ഒരു തരത്തിലുള്ള തത്വദീക്ഷയുമില്ലാതെ ആർട്ടിക്കിൾ 386 ഉപയോഗിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ഗവർണർക്ക് അവിടെ കൂച്ചുവിലങ്ങിടുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഗവർണർ ഉപയോഗിക്കുന്ന രീതിക്ക് ഒരു മാറ്റം വരുന്നു. അതുവരെ ഗവർണർ നിശബ്ദനായിരുന്നു കൊണ്ട് ഈ പറയുന്ന റിപ്പോർട്ടുകൾ തയ്യാറാക്കി അയക്കുമായിരുന്നെങ്കിൽ പിന്നീട് ഗവർണറെ നമ്മൾ കാണുന്ന ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിട്ടാണ്. സർക്കാരിയ കമ്മീഷൻ എന്താണോ പറഞ്ഞത് അതിന് നേരെ ഘടകവിരുദ്ധമായി ഇപ്പോൾ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും പാർട്ടിയുടെ പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റിൻ്റെ വേക്കൻസികൾ കൊടുക്കുകയും പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വൃദ്ധസദനങ്ങളായി ഈ പറയുന്ന സ്ഥലങ്ങൾ മാറുകയും ആ സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ അതാത് സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന് അനുകൂലമായി കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ചെയ്യുന്നു. അതാണ് അവരുടെ പ്രധാനപ്പെട്ട പണിയായി മാറുന്നത്. നമ്മൾ നരേന്ദ്രമോദി സർക്കാരിന് ശേഷം വരുന്ന എല്ലാ ഗവർണർമാരുടെയും ഈ പദവികളും അവരുടെ പ്രവർത്തനങ്ങളും പരിശോധിച്ചാൽ ഈ ചിത്രം നമുക്ക് കാണാം. നിങ്ങൾ പഞ്ചാബിൽ നോക്കൂ. പഞ്ചാബിലെ സുപ്രീം കോടതി വിധി നമ്മൾ കണ്ടതല്ലേ? തെലങ്കാനയിൽ തമിഴിസൈ സുന്ദർരാജൻ്റെ പ്രവർത്തനങ്ങളെ സുപ്രീം കോടതി വിമർശിച്ചത് എങ്ങനെയാണ്? ജഗദീപ് ധൻഖറിനെ വെസ്റ്റ് ബംഗാളിൽ വിമർശിച്ചത് എങ്ങനെയാണ്? ആനന്ദ്
ആനന്ദ് ബോസ് വെസ്റ്റ് ബംഗാളിലെ സർക്കാരുമായിട്ട് ഇടപെടുന്നത് എങ്ങനെയാ, RN രവി തമിഴ്നാട്ടിലെ സർക്കാരുമായി ഇടപെടുന്നത് എങ്ങനെയാ, കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെടുന്നത് എങ്ങനെയാ? അപ്പോൾ മൊത്തത്തിൽ പ്രതിപക്ഷങ്ങൾ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിൻ്റെ ടൂളായി ഗവർണർ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായി എന്താണോ സർക്കാർ കമ്മീഷൻ പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അതുതന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ കേരളത്തിൽ SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ABVP നേതാവിൻ്റെ നിലവാരത്തിൽ തർക്കിച്ച് ക്യാമ്പസിൽ സമരം ചെയ്ത് ഈ മിഠായി തെരുവിലൂടെ നടന്ന് ഹൽവ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഗവർണറെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അതിനൊരു പവിത്രതയുണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 163 അനുസരിച്ച് ഈ ഭരണഘടന ഈ മന്ത്രിസഭയുടെ അനുവാദത്തോടു കൂടി അഥവാ മന്ത്രിസഭയുടെ ഉപദേശത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഗവർണർ എന്ന ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിന് ഒരു സാങ്ക്ടിറ്റി ഉണ്ടായിരുന്നു. രാജ്ഭവനൊരു പവിത്രതയുണ്ടായിരുന്നു. ആ പവിത്രതയാണ് മിഠായി തെരുവിൽ ഈ പറയുന്ന SFIയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി നടന്ന് ഹൽവ തിന്നുന്നതിലൂടെ അദ്ദേഹം കളഞ്ഞു കുളിച്ചത്. അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹം ഒരു പബ്ലിക് പോപ്പുലർ ഹീറോ ആകാനാണ്. തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ ചില ഇടപെടലുകൾ ഗവർണറുടെ ഈ നീക്കങ്ങൾക്ക് പൊതുസമ്മതി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നോക്കൂ, 8 ബില്ലുകളിൽ 7 ബില്ലുകളാണ് അദ്ദേഹം അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞു വെച്ചത്, ഒരു തത്വദീക്ഷയുമില്ലാതെ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? അതിലൊന്ന് ലാൻഡ് അസൈൻമെൻറ്റ് ബില്ലല്ലേ. എന്താണ് ഇടുക്കിയിലെ ഈ ഭൂമി ക്രമവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർക്ക് അനുകൂലമായിട്ട് ബില്ല് പാസ്സാക്കിയ സംസ്ഥാന നിയമസഭയെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ബില്ലടക്കം 7 ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് അത് ഒപ്പിടാതെ വെച്ചു. ചിലത് 4 രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു. അക്കാര്യത്തിലൊക്കെ ഇനി സുപ്രീം കോടതി വിധി വളരെ നിർണായകമാണ്. അങ്ങനെ SFIയെ വെല്ലുവിളിച്ചും മുഖ്യമന്ത്രിയെയും ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനെയും പാർട്ടിയും ഒക്കെ നിരന്തരം വെല്ലുവിളിച്ചും തെരുവിലിറങ്ങി പൊളിറ്റിക്കൽ ആക്ടിവിസം കാണിക്കുക. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ രാജ്ഭവനിൽ നിന്ന് വരുന്ന ഒരു ഗവർണർ കിളിമാനൂർ ഒരു തട്ടുകടയുടെ മുമ്പിൽ കയറി കസേര ഇട്ടിട്ട് അമിത്ഷായെ വിളി എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്? നമ്മുടെ മുന്നിൽ അദ്ദേഹം അപഹാസ്യരായി മാറുകയായിരുന്നു ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ. പ്രധാനമന്ത്രി വിളിക്കൂ, അമിത്ഷായെ വിളിക്കൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായിട്ട് തെരുവിൽ നിൽക്കേണ്ടയാളല്ല ഗവർണർ. ഗവർണർക്ക് സാങ്ക്ടിറ്റി ഉണ്ട്, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആണ്. എന്താണ് അധികാരം? അംബേദ്കർ പറയുന്നു ഒരു സവിശേഷ അധികാരവുമില്ല. ഭരണഘടനാപരമായ ചില ചുമതലകൾ നിറവേറ്റാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തെ വെച്ചിരിക്കുന്നത്. അത് ആർട്ടിക്കിൾ 163 അനുസരിച്ച് അതാത് സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭയുടെ ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ജോലി മാത്രമാണ് ഗവർണർക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷണറി പവർ അഥവാ വിവേചനാധികാരം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഏതെങ്കിലും കൂട്ടുകക്ഷി സർക്കാർ വരുന്ന ഘട്ടത്തിൽ ഭൂരിപക്ഷം കുറയുന്ന ഘട്ടത്തിലൊക്കെ ഉണ്ട് എന്നതിനും അപ്പുറത്തേക്ക് വലിയ ഡിസ്ക്രിഷണറി പവർ ഈ ഗവർണർക്കില്ല എന്നതും വാസ്തവമാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ ഒരേ ഒരു അധികാരിക്ക് മാത്രമേ ഒരു പ്രത്യേക യോഗ്യതയും കൽപ്പിക്കാതെ നിങ്ങൾക്ക് ആ സ്ഥാനത്തേക്ക് വരാൻ പറയുന്നുള്ളൂ. അതായത് ഒരു MP ഒരു MLA ആകാനെങ്കിലും വേണ്ടുന്ന മാനദണ്ഡം പോലും, ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ ആകാൻ പോകുന്ന മാനദണ്ഡം പോലും ഒരു ഗവർണർ ആകാൻ വേണ്ട. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇന്ത്യൻ പൗരനായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് പ്രായം 35 വയസ്സും കഴിഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾക്കൊരു നല്ല സ്റ്റേബിളായ മനസ്സുണ്ടാവണമെന്ന് പോലുമില്ല, ഒരു സൗണ്ട് മൈൻഡ് ഉണ്ടാവണമെന്ന് പോലും പഞ്ചായത്ത് മെമ്പറുടെ കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത് ഗവർണറുടെ കാര്യത്തിൽ അതുപോലും ബാധകമല്ല എന്നുള്ളതാണ് അതിലെ കൗതുകം. എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവശേഷിപ്പിച്ചു പോകുന്നത് ഒട്ടും ആശാസ്യകരമല്ലാത്ത ഒരു ഭരണചരിത്രമാണ് അവശേഷിപ്പിച്ചു പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഭരണഘടനാ വിരുദ്ധമായ അപഹാസ്യമായ ഒട്ടേറെ രംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. കർഷക വിരുദ്ധമായ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. 9 VCകളെ പുറത്തു നിർത്തിയത് വഴി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ചോദ്യചിഹ്നമാക്കി മാറ്റി അവിടെ വലിയ ആശങ്കകൾ അദ്ദേഹം സൃഷ്ടിച്ചിട്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുറന്നിട്ടിരിക്കുന്ന വാതിലിലൂടെ ഇനി വരാൻ പോകുന്നത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് പറയുന്ന RSSൻ്റെ കേഡറായ ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. അദ്ദേഹം ഗോവയിൽ വനം വകുപ്പ് മന്ത്രിയായിരുന്നു, അദ്ദേഹം ഗോവയിലെ സ്പീക്കറായിരുന്നു, അവിടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ BJPയോട് അടുപ്പിച്ച നേതാവാണ്. സ്വാഭാവികമായും കേരളത്തിൽ അദ്ദേഹത്തിന് ആ വിശേഷ ദൗത്യമുണ്ട് എന്ന് തന്നെ ഞാനും കരുതുന്നു. പോർമുഖത്തിന് അന്ത്യമോ എന്ന ചോദ്യത്തിന് പോർമുഖത്തിൻ്റെ ട്രെയിലർ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അഭി പിക്ചർ അഭി ബാക്കി ഹെ. Meet the editors.